ഹായ്, വെൽക്കം ടു മൈ വീഡിയോ. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അതൊന്ന് ആഘോഷിക്കാനായിട്ട് ഞങ്ങൾ നേരെ പോയേക്കുന്നത് കൊച്ചിയിലേക്കാണ്. അപ്പോൾ കുഞ്ഞുവിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ അവനെ ഒരു പാർക്കിൽ കയറ്റി. ഇത് ഫോർട്ട് കൊച്ചിയിലാണ് കേട്ടോ. ഇത് ഫോർട്ട് കൊച്ചിയിലെ ഒരു പാർക്കാണത്. അവനവൻ്റെ ഇഷ്ടത്തിന് കളിച്ചു. ഒരൊറ്റ വിഷമം മാത്രമേ എനിക്കുള്ളൂ. ആ വൈറ്റ് ഡ്രസ്സാണ് അവൻ ഇട്ടിരുന്നത്. വൈറ്റ് ഡ്രസ്സിൽ ആ ട്രൗസേഴ്സ് മൊത്തം അഴിച്ചു. പിന്നെ നെക്സ്റ്റ് പറയാനുള്ളത്, ഞങ്ങൾ അവിടുന്ന് നേരെ പോയി ആളുടെ ഡ്രസ്സൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ആളുടെ ഡ്രസ്സൊക്കെ മാറ്റി ഫോർട്ട് കൊച്ചി തന്നെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അടിപൊളി ഫുഡായിരുന്നു. ഞങ്ങളുടെ ആനിവേഴ്സറി ഞങ്ങൾ പൊളിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ചുമ്മാ അതൊന്ന് കറങ്ങാൻ വേണ്ടി ഞങ്ങൾ പോയത് എന്താ പറയുക, ഒന്ന് ചില്ല് ചെയ്യാൻ എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ചില്ല് ചെയ്യാൻ ഞങ്ങൾ പോയത് നമ്മുടെ എല്ലാം വിട്ട് ലുലു മാളിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നു. അങ്ങനെ കറങ്ങി നടന്നു. ഇതൊക്കെ പർച്ചേസ് ചെയ്തു. അതൊക്കെ വേറെ അതൊന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല. കുറേ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലേക്കൊന്ന് കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. അദ്വൈതിന് വേണ്ട ഐറ്റംസ് അദ്വൈത് പർച്ചേസ് ചെയ്തിട്ട് അതും ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടില്ല. അതെല്ലാം ഞങ്ങൾ കാറിക്കൊണ്ട് വെച്ചു. അതിനുശേഷം ഞങ്ങൾ ബേക്കറി സെക്ഷനിലേക്ക് പോയി. അവിടെ അദ്ദേഹത്തിന് നല്ല ഒരു സ്കോപ്പുള്ള സെക്ഷനാണ്. അപ്പോൾ അദ്ദേഹം ബേക്കറി സെക്ഷൻ എന്താ പറയുക, ബേക്കറി സെക്ഷനിലൊന്ന് ആർമാദിച്ചു എന്ന് പറയാം. അങ്ങനെ ഞങ്ങൾ ബേക്കറി സെക്ഷനിൽ പോയിട്ട് കുറച്ച് കേക്ക്സ്, അതായത് എന്താ പറയുക, നമ്മുടെ പേസ്ട്രീസ് എല്ലാം മേടിച്ചത്. അല്ലാത്ത മഫിൻസ് അങ്ങനത്തെ, അതുപോലെ ബ്രൗണീസ്, പിന്നെ അങ്ങനത്തെ കുറച്ച് മേടിച്ചു. അതുകൂടാണ്ട് ചീസ് കേക്ക്സ് മേടിച്ചു. മറ്റേ ലോട്ടസിൻ്റെ ചീസ് കേക്ക് മേടിച്ചു. അത് 3-4 മേടിച്ചു. എപ്പോൾ ഞങ്ങൾ ലുലു പോയാലും ലോട്ടസ് ചീസ് കേക്ക് ഞങ്ങൾക്ക് അത് നമുക്ക് നിർബന്ധ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ മേടിച്ചു. അങ്ങനെ കുറച്ച് പർച്ചേസൊക്കെ നടത്തി ഇങ്ങനെ നടന്നു വന്നപ്പോഴാണ് ഓർത്തത്, മെയിനായിട്ടൊരു കാര്യം, ഞങ്ങൾക്ക് പാലുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ചേട്ടൻ ബില്ലിങ് സെക്ഷനിൽ നിൽക്കുമ്പോൾ ഞാൻ ഓടി വന്ന് ഞങ്ങളുടെ പാലെടുത്തു. എത്ര പേര് എന്ത് മേടിച്ചാലും എക്സ്പയറി ഡേറ്റ് നോക്കാറുണ്ട്. ഞാൻ എല്ലാ കാര്യത്തിൻ്റെയും റേറ്റ് നോക്കിയില്ലെങ്കിലും എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ടേ സാധനം എടുക്കുള്ളൂ. എക്സ്പയറി ഡേറ്റാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യം. അങ്ങനെ പാലെടുത്ത് ഞാൻ ഓടുക. ബില്ലിങ് സെക്ഷൻ തീരാറായി. ആ സമയത്ത് ചേട്ടൻ്റെ ബില്ലിങ് തീരാൻ തുടങ്ങിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഞങ്ങൾ ഓടിപ്പോയി ഈ പാലും അവിടെ വെച്ച് പിന്നെ ഞങ്ങൾ എന്തോ മേടിച്ചായിരുന്നു, ടിഷ്യൂസ്. കാരണം ഈ കേക്ക്സും സാധനങ്ങളെല്ലാം തിന്നു കഴിഞ്ഞാൽ ടിഷ്യൂ വേണമല്ലോ. അപ്പോൾ ടിഷ്യൂസ് എല്ലാം മേടിച്ച് അങ്ങനെ ലാസ്റ്റത്തെ പർച്ചേസ് ഇതുമായിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങളുടെ അടിപൊളി ഒരു എന്താ പറയുക, നല്ല സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. എല്ലാ കൊല്ലവും ഞങ്ങൾക്ക് ഇതുപോലെ ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ പറയുന്നു. മനസ്സൊക്കെ പ്രാർത്ഥിക്കുന്നു. കുറേ നാളത്തേക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും ഞങ്ങൾക്ക് നന്ദിയുണ്ട്. ഇതിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സ് ഒന്നും കളഞ്ഞിട്ടില്ല. അതൊരു എന്താ പറയുക, ഒരു നൊസ്റ്റാൾജിയാണ് ഞങ്ങൾക്ക്. ഈ വീഡിയോ ഞങ്ങൾ എന്നിരുന്ന് കണ്ടാലും ഞങ്ങൾക്ക് ആ ഒരു നൊസ്റ്റാൾജിയ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സ് ഒന്നും കളഞ്ഞിട്ടില്ല. മാത്രമല്ല അദ്വൈതിൻ്റെ സൗണ്ട്സും അദ്വൈത് ചെറുപ്പത്തിൽ എങ്ങനെയാണ് സംസാരിച്ചിരുന്നതെന്നും എല്ലാം ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഒന്നും കണ്ടില്ല. അപ്പോൾ ബൈ ഫ്രം മൈ ലൈറ്റ് ആൻഡ് മൈ ലൈഫ്.